ഇന്ന് മുതൽ നിന്റെ ജോലി എന്താണെന്ന് ഞാൻ പറയും. എന്താണാവോ? എന്നെ പുകഴ്ത്തൽ. മാർക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. മാർക്സ്. ബാക്കി പറ. മാർക്സിനെ കുറിച്ച് CPM ഘോരഘോരം പ്രസംഗിക്കും. അതെ അതെ. മാർക്സ് കല്യാണം കഴിച്ചിട്ടില്ല. ഒരു അവിഹിത ബന്ധമായി. അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു. 3 എണ്ണം. ആ കുട്ടീനെ മര്യാദക്ക് നോക്കാൻ പറ്റാത്ത മനുഷ്യന്റെ പേരാൽ മാർക്സ്. മാർക്സിസം എന്ന് പറഞ്ഞിട്ട് മുസ്ലിയാരങ്ങാടിയിൽ ബിച്ചാപ്പും സിന്ദാബാദ് വിളിച്ചടക്കാൻ. സ്റ്റാലിൻ ആരാൻ? എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. സ്റ്റാലിന്റെ ക്രെംലിനിലെ നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂടിന്റെ തൊണ്ടേ കയറി കുരുങ്ങി. അത് വിട്, ഞാൻ അർത്ഥം പറഞ്ഞുതരാം. ക്രെംലിനിലെ കൊട്ടാരത്തിലേക്ക് ഒരു തവണ ഒരു ബാലെ നൃത്തസംഘം വന്നു. അതിലൊരു സുന്ദരിയായ കുട്ടി ഉണ്ടായിരുന്നു. സ്റ്റാലിന് വികാരവായ്പുണ്ടായത്രേ. ആ കുട്ടിനെ പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു. ചന്തവാസന്തി അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് മേരി. പക്ഷെ അവര് പരാതി കൊടുക്കുന്ന ടൈപ്പ് അല്ലല്ലോ. സാറിന് തെറ്റിപ്പറ്റിയതാവും. ആ കുട്ടി പിന്നെ നർത്തക സംഘത്തിന്റെ കൂടെ യാത്ര പോയി. പിന്നെ ഗർഭിണിയായി. മോനെ ഹംസേ, നീ പീഡന കാര്യത്തിൽ ഇത്ര മിടുക്കനാന്ന് ഞാൻ കരുതിയില്ല. ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. ആ കുഞ്ഞു നർത്തകിയായി. ആ നർത്തകിയായ കുഞ്ഞ് സ്റ്റാലിൻ മുമ്പ് പീഡിപ്പിച്ച ബലാത്സംഗം ചെയ്ത പെൺകുട്ടിയിലുണ്ടായ കുഞ്ഞ് പിന്നീട് നർത്തകിയായിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോ ക്രെംലിൻ കൊട്ടാരത്തിലേക്ക് വന്നു. ആ കുട്ടിയും പിടിച്ച് ബലാത്സംഗം ചെയ്തു. കഴിഞ്ഞ 3 മാസമായിട്ട് മൂത്രം ഒഴിക്കാനല്ലാതെ നീ ഒന്നും പറയണ്ട, നീ പീഡിപ്പിച്ചു. എന്താ പറയുക, സ്വന്തം മകളെ പിടിച്ച് ബലാത്സംഗം ചെയ്ത താന്തോന്നിയായ മനുഷ്യന്റെ പേരാ സ്റ്റാലിൻ. ഒന്നല്ല 9 വട്ടം പ്രതി പീഡിപ്പിച്ചു. ഞാൻ സാക്ഷി. ഇത് സത്യം സത്യം സത്യം. ആ സ്റ്റാലിൻ സിന്ദാബാദ് വിളിക്കാൻ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് അസംകുട്ടിക്ക് എങ്ങനെ ധൈര്യം വരും? അതുകൊണ്ട് ഞാൻ പറയാണ്, മാപ്പിള സഖാക്കളാണ് ഈ നാട്ടിൽ ഏറ്റവും വലിയ വിഷം. ബഹളം ഉണ്ടാക്കണ്ട, ഇപ്പൊ വരാം. നിന്റെ ബഹളം ഞാൻ ഇപ്പൊ അവസാനിപ്പിച്ചു തരാം. ഭഗവാനെ, എല്ലാം മംഗളായിട്ട് കലാശിക്കണേ. അതുകൊണ്ട് ഞാൻ പറയാണ്, മാപ്പിള സഖാക്കളാണ് ഈ നാട്ടിൽ ഏറ്റവും വലിയ വിഷം. 1000 കൊല്ലം അറബിക്കടലിന്റെ നടുക്ക് മുസല്ലയിട്ട് നമസ്കരിച്ചാലും